ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വരിക്ക ചക്കപ്പഴമാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക. നമ്മൾ കായ്പോള ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് ചക്കപ്പഴം പോള എന്നാണ്. ഞാൻ ഇട്ടേക്കുന്ന പേരാണ് ചക്കപ്പഴം പോള എന്ന് കേട്ടോ. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് മതി. അപ്പം ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് പാൽ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 2 സ്പൂണ് റവ ഇടുന്നുണ്ട്. വറുത്തതാണേലും കുഴപ്പമില്ല, വറുക്കാത്തതാണേലും കുഴപ്പമില്ല. അപ്പം ഞാനൊരു 2 സ്പൂണ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വയ്ക്കാം. അതിലേക്ക് 2 സ്പൂണ് കണക്കാക്കി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചക്കപ്പഴം എന്തോരെയാണോ അളവ് അതനുസരിച്ച് നെയ്യ് ചേർക്കുക കേട്ടോ. ഇനി അതിലേക്ക് ചക്കപ്പഴം ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റാൻ പോവാണ്. വരിക്ക ചക്കപ്പഴമാണ് കേട്ടോ നല്ലത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നെയ്യ് മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു കുറച്ച് നെയ്യും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്ക്കകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്, നല്ല സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ചക്കപ്പഴം നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് ഒതുങ്ങി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മിക്സെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ചക്കപ്പഴവും ഇതും കൂടി മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചക്കപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കാരണം റവയൊക്കെ ചിലപ്പോൾ അടിഞ്ഞ് താഴോട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചക്കപ്പഴം വഴറ്റി അതേ പാത്രം തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരാവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ ആ മിക്സ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള നെയ്യാണ് ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സെൻറ്ററിൽ മാത്രമായിട്ട് റവയൊക്കെ കിടക്കുക. അതുകൊണ്ട് എല്ലാ ഭാഗത്തും റവ എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടാണ് കേട്ടോ വിരിക്കുന്നത്. ഇനി നമുക്ക് നട്ട്സൊക്കെ വേണേൽ വറുത്തിടാം കേട്ടോ ഇതിൻ്റെ പൊക്കത്തേക്ക്. ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ട്, നട്ട്സ് വെച്ചാൽ പീനട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതെടുത്ത് നെയ്ക്കകത്ത് തന്നെ വറുത്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നെയ്യോട് കൂടി തന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് പീനട്ട് നമ്മൾ നെയ്യിലിട്ടിട്ട് ആ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂളി കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിത് മുറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാൻ പറ്റുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.